ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു 6-10 ആയിട്ടുണ്ട്. ഹലോ, അലർജി കാരണം സൗണ്ടൊക്കെ പോയി കേട്ടോ. 2 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ശ്വാസമുട്ടലിന് ഇഞ്ചക്ഷൻ എടുത്തതേ ഉള്ളൂ. എനിക്ക് ഈ പൊടി അലർജി ഉണ്ടേ. അപ്പോൾ ഇനി ഈ ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ഒന്നും വിചാരിക്കല്ലേ. രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഞാൻ കരുതി നമ്മുടെ സ്ഥലവും നമുക്കിവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാ. മീനായാലും പച്ചക്കറി ആയാലും നല്ല ഫ്രഷോടെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണേ. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് നാളികേര ഗവേഷണ കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരുവേ. അപ്പം ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് വന്നാലേ നമുക്ക് ദൂരം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ പറ്റും. വണ്ടിയിൽ വന്നാൽ പറയുമോ ഇത് വണ്ടിയിൽ വന്നിട്ടല്ലേ കാണിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ നടന്ന് തന്നെ വന്നതാണ്. അപ്പം നാളികേര ഗവേഷണത്തിൻ്റെ ബാക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാ അതിനകത്ത് നിറച്ച് തെങ്ങ് നിൽപ്പുണ്ട്. ഇത് എത്ര ഏക്കറെന്നൊന്നും എനിക്കറിയില്ല, ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ നാളികേര ഗവേഷണ കേന്ദ്രം. ഇതിൻ്റെ പുറകെ സൈഡാണ്. അതിൻ്റെ മുൻഗേറ്റ് മെയിൻ റോഡിലാണ് വരുന്നത്. ഞാൻ ഇതാ റോഡിൽ എത്താറായി. ഈ വളവ് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ റോഡായി. അങ്ങനെ നടന്ന് ചാവടി നട ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. 2 ചാവടി നടയുണ്ട് കേട്ടോ. ഇത് മംഗലത്തോണം ചാവടി നടയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ നേരെ ബാലരാമപുര തോട്ടും, റൈറ്റിലോട്ട് പോയാൽ നേരെ വിഴിഞ്ഞത്തോട്ടും എത്താം. നമുക്ക് ബൈപ്പാസിൽ കയറാൻ എളുപ്പവഴി ഇതാണ് കേട്ടോ. നേരെ കോവളം ബൈപ്പാസിലെത്തും. പിന്നെ നമ്മുടെ സംജു സാംസണിൻ്റെ നാടും കൂടെയാണ് കേട്ടോ. കല്ലുവട്ടാംകുഴിയിലാണ് വീട്. ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലെക്സ് മാത്രമല്ല, ഇപ്പോൾ പല സ്ഥലങ്ങളിലും സഞ്ജു ഇങ്ങനെ ഫ്ലെക്സിൽ തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഒരു 3.5 കിലോമീറ്റർ വരും സഞ്ജുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ചാവടി നട ചന്ത. ഇത് കൊറോണ സമയത്ത് വന്ന ഒരു ചന്തയാണ്. ഇപ്പോൾ ഫേമസ് ആണ്. ഈ ചന്ത വൈകുന്നേരം 5 മണിക്കാണ് കേട്ടോ കൂടുന്നത്. എന്നാൽ മീനൊന്നും ഞങ്ങൾ ഈ ചന്തയിൽ നിന്ന് വാങ്ങില്ല. അത് മംഗലത്തോണം മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങും. കാരണം ഈ ചന്തയെ ഞാൻ മീനിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. ഇവിടുത്തെ മീന് വരുന്നത് മിക്കതും പുറത്തുള്ള മീനാണ്. നോക്കി വാങ്ങിയാൽ നല്ലത് മേടിക്കാം. പിന്നെ നല്ല പച്ചക്കറികൾ കിട്ടും കേട്ടോ. വൈകുന്നേരം എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്നാണ് പച്ചക്കറി മേടിക്കാറ്. വയലിൽ നിന്ന് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന പച്ചക്കറിയാണ് മിക്കതും. ഈ ചന്ത നാളികേര ഗവേഷണ കേന്ദ്രത്തോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന കോമ്പൗണ്ട് നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെയാണ്. കാണുന്നതാണ് നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ മുൻഗേറ്റ്. ഇത് കട്ടച്ചൽക്കുഴി ജംഗ്ഷനിലാണ് വരുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചെന്റെ വീട്ടിലോട്ട് വീണ്ടും നടക്കുകയാണ്. ചാവടിനട ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ ആശ്വാസ് ഭവൻ റോഡെന്നാണ് അറിയപ്പെടുന്നത്. ഇതിനകത്തൊരു വലിയ മെഡിസിൻ കമ്പനിയുണ്ട് കേട്ടോ. ആശ്വാസിൻ്റെ 100-300ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. 300 ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൽ കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ട് എന്ന് തോന്നുന്നു. ആശ്വാസ് മെഡിസിൻ കമ്പനി എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ്. ഈ റോഡ് നേരെ വന്നിട്ട് ഫസ്റ്റ് റൈറ്റാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ആ റോഡ് പോകുന്നത് ആശ്വാസിലോട്ടും ഇത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ്. ഇവിടെ ആശ്വാസ് ഭവൻ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് നേരെ ആശ്വാസിലോട്ടും പിന്നെ ഇത് നേരെ എൻ്റെ വീട്ടിലോട്ടും. അങ്ങനെ ഞാൻ വീടെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വീടാണ്, അയൽവാസിയുടെ വീടാണ്. നേരെ ഓപ്പോസിറ്റ് എൻ്റെ വീടാണ്. അവിടെ ചേട്ടൻ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു തോന്നുന്നു. നോക്കാം. പുള്ളിക്കാരെ അറിഞ്ഞില്ല ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. പല്ല് തേക്കിയാണ് രാവിലെ എണീറ്റ്. ജോലിയുണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോയാൽ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. കാണിച്ചു തരാം, അതും കാണിച്ചു തരാം. ഇതൊരു കുത്തിറക്കമാണ് കേട്ടോ. തിരിച്ച് കയറുന്നതാണ് പാട്. അങ്ങനെ ഈ ഇറങ്ങി എത്തുമ്പോൾ ഒരു പാലമുണ്ട്. ഈ പാലത്തിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നത് നേരെ കൃഷ്ണ ഹോട്ടലിലോട്ടും വിസ്മയ ഹോട്ടലിലോട്ടുമാണ് കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് കൃഷ്ണ ഹോട്ടലും വിസ്മയ ഹോട്ടലും. ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ നമുക്ക് വയലും കുളവും തോടും കുളക്കടവും എല്ലാം കാണാം കേട്ടോ. കണ്ടോ വയൽ കണ്ടോ? എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയാണ് ഈ വയൽ. ഇവിടെ തന്നെ പച്ചക്കറി എല്ലാം കൃഷി ചെയ്യുന്ന ഒരു വയലാണ്. ഞങ്ങൾ ഇവിടെ വിളവെടുക്കുമ്പോൾ വന്ന് വാങ്ങാറുണ്ട് കേട്ടോ. മാക്സിമം ഇവിടെ നിന്ന് വിളവെടുക്കുമ്പോഴൊക്കെ ഇവിടെ വന്നിങ്ങനെ വാങ്ങും. അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങും. അവിടെയൊക്കെ പച്ചക്കറി ഇട്ടിരിക്കുകയാണ്. വള്ളിപ്പയർ, ചീര, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കപ്പയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണേ. ഇതാണ് നമ്മുടെ കുളം. നമ്മുടെ ജലസ്രോതസ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ.
നമ്മൾ വൈകുന്നേരങ്ങളിൽ ചില സമയത്ത് ഇവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മുടെ കുളമാണ്. പിന്നെ ഇത് കുളിക്കടവാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ അമ്പലത്തിലെ ആറാട്ട് നടക്കുന്നത്. ദേവിയെ കൊണ്ട് ഇവിടെ വന്നാണ് കുളിപ്പിക്കുന്നത്. ഉത്സവ സമയമാകുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യും. അപ്പോഴൊക്കെ ഇതൊക്കെ ക്ലീൻ ചെയ്തിടും കേട്ടോ. ഈ കുളത്തിലെ ഇടയ്ക്ക് പയ്യന്മാർ മീനൊക്കെ പിടിക്കാൻ വരും കേട്ടോ. എന്നും വരും, മിക്ക ദിവസവും കാണും. പിടിച്ചിപ്പോൾ ഒന്നുമില്ലയെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ആൽത്തറ. ഇവിടെ എന്നും വിളക്ക് കത്തിക്കും, മുടങ്ങാതെ വിളക്ക് കത്തിക്കുന്ന ഒരു മാമയുണ്ട് കേട്ടോ. പുള്ളിക്കാരനെ രാവിലെ കണ്ടില്ല, രാവിലെ വന്നിട്ട് പോയെന്ന് തോന്നുന്നു, വൃത്തിയാക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് വരും. ഇതാണ് ഞങ്ങളുടെ ആൽത്തറ. ഇവിടെ ഒരു പ്രത്യേക ചൈതന്യമാണ് കേട്ടോ. ഇവിടെ വന്ന് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടോ. എൻ്റെ നാട്ടുപുറത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്. ഭയങ്കര രസമാണ് ഇവിടെ. ഏത്തവാഴയൊക്കെ കുലച്ച് നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇടക്കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. മധുരക്കിഴങ്ങ്, ചീര, വള്ളിപ്പയർ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കുറേശ്ശെ ഉള്ളൂ. മിക്കവാറും ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ വന്ന് മേടിച്ചിട്ട് അങ്ങ് പോകും. ചന്തയിൽ പോയി വിൽക്കാൻ കാണത്തില്ല, ഇവിടെ ഉള്ളവർ തന്നെ മേടിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ സുലഭമായി കിട്ടുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. എന്തുകൊണ്ടും സിറ്റിയിൽ പോകാൻ 2-3 വഴികളുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ പെരിങ്ങമല വഴി നമുക്ക് സിറ്റിയിലോട്ട് പോകാം, അത് ദൂരം കുറവാണ്. പിന്നെ നമുക്ക് മെയിൻ റോഡിൽ കയറി ബൈപ്പാസ് വഴി സിറ്റിയിൽ പോകാം. ബാലരാമപുരം വഴി നമുക്ക് സിറ്റിയിലോട്ട് പോകാം കേട്ടോ. അങ്ങനെ 2-3 വഴികളുണ്ട്. ഇടയ്ക്കാണ് ഞങ്ങൾ കിടക്കുന്നത്. മീനൊക്കെ വാങ്ങാൻ നമുക്ക് വിഴിഞ്ഞമുണ്ട്, ചാവടിനാട മാർക്കറ്റുണ്ട്, മംഗലത്തോണം മാർക്കറ്റുണ്ട്. പച്ചക്കറിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല, തേങ്ങയ്ക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെയൊക്കെ ചുറ്റിലും കിടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ കോവളത്തൊക്കെ പോകാൻ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കോവളം വിഴിഞ്ഞൊക്കെ പോകാൻ അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. ആഴിമല തൊട്ടടുത്താണ്. അങ്ങനെ എല്ലാത്തിനും നടുവിലായി കിടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഈ തേര് കയറി പോകണം, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ ചെല്ലുമ്പോൾ ഒരു പരുവാവും. നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ചേട്ടന്താ? നമ്മുടെ കരിക്കകം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇന്ന് വർക്ക് വന്നിരിക്കുന്നത്. കാരണം അവിടെ പൊങ്കാലയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു 50 സെൻറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് ക്ലിയറാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അതാണ് ഇന്നലെയാണ് വിളിച്ചത്, ഇന്ന് തന്നെ പോകണം. അപ്പോൾ അതിൻ്റെ വർക്കിനുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ട് ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ രാവിലെ. കാരണം രാവിലെ പോയില്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും, വെയിൽ താങ്ങാൻ പറ്റത്തില്ല.